ഇത് പറയുമ്പോൾ നമ്മൾ ഈ അഭിനവകാല കൗമാരത്തെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ കൗമാരമേതാ? ഫേസ്ബുക്കിലൊക്കെ വാർത്ത വരിക, +1 +2 പഠിക്കുന്ന കൗമാരപ്രായക്കാരിയായ 16-17 വയസ്സുള്ള പെൺകുട്ടികൾ സെന്റ് ഓഫ് എന്ന പുതിയ പേര് പറഞ്ഞ് ആൺകുട്ടികളുടെ തോളിൽ കയ്യിലിട്ട് പർദ്ദയിട്ട പെൺകുട്ടികൾ പോലെ നടുരോട് കിടങ്ങി ചെണ്ടവും മേളയുമായി വാദ്യമേളങ്ങളുമായി അന്യ ചെറുപ്പക്കാരുമായി തോളിൽ കൈയിട്ടിട്ട് ആഭാസം നടത്തുന്ന, പണ്ട് കോളേജുകളിൽ നടന്നത് സ്കൂളുകളിലേക്ക് പോലും കടന്നു പോകുമ്പോ +2 കഴിഞ്ഞാൽ സെന്റ് ഓഫ് എന്ന പേരിൽ ആഘോഷത്തിന് തിമിർത്താടുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മുഴുവനും നമ്മുടെ മുമ്പിൽ ദയനീയമായി കിടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കൗമാരപ്രായക്കാരികളോട് +1 +2 പഠിക്കുന്ന സെന്റ് ഓഫിന്റെ പേരിൽ റോഡിലിറങ്ങിയിട്ട് നടിരോഡിലിറങ്ങി അന്യപുരുഷന്റെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് താളം ചവിട്ടുന്ന, ഇസ്ലാമിന്റെ മതമൂല്യങ്ങളെ വലിച്ചെറിയുന്ന കൗമാരമേ, നിനക്ക് ഞാനൊരു കൗമാരക്കാരിയെ പരിചയപ്പെടുത്തി തരട്ടെയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പക്കാരന്റെ രൂപത്തിൽ വന്ന് നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാന്ന് പറഞ്ഞപ്പോ ആ കൗമാരക്കാരി പറയാ, കാലത്ത് അന്ന യകൂനുലീ ഹുലാ വലം യമസസ്നി ബശറുൻ വലം അകു ബഗിയാ. കാലത്ത് മറിയം ബീവി പറയാ, അന്നാ യകൂനുലീ ഹുലാ, എനിക്കെങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? വലം യമസസ്നി ബശറുൻ വലം യമസസ്നി ബശർ, ഇതേവരെ ഒരു അന്യപുരുഷൻ എന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല, അതേവരെ എന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു അന്യപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിൽ ഏറ്റിട്ടില്ലെന്ന് നെഞ്ചത്ത് കൈവച്ചു പറയാൻ മറിയമിന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട കൗമാരക്കാരെ, +2 പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBBS പഠിക്കുന്ന, ഹോസ്റ്റലുകളിൽ പാർക്കുന്ന, ജീവിതത്തിന്റെ മതമൂല്യങ്ങളെ തകർത്തെറിഞ്ഞിട്ട് പരപുരുഷനുമായ ബന്ധത്തിന് ഇസ്ലാമിന്റെ അതിർത്തി വരമ്പുകള് മാനിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നവളെ ആർക്കാ പറയുന്നത്? ഈ പയ്യക്ക് ഉസ്താദ് ഉറൂസിനകല്ല തടിച്ചുകൂടിയ ഓരോ സഹോദരിമാരോടും ചോദിക്കുകയാ, പറയാൻ കഴിയോ പെങ്ങളെ? ലോകത്തിന്റെ മുമ്പിൽ പോയിട്ട് വരം യമസസ്നി ബശറുന്, ഇതേവരെ അനുവദനീയമായ എന്റെ ഭർത്താവല്ലാതെ എന്റെ അനുവദനീയമായ ഇസ്ലാമേതൊക്കെ അനുവാദം തന്നിട്ടുണ്ട്? അനുവാദം തന്നവരല്ലാതെ ഒരു പരപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിലേറ്റിട്ടില്ലെന്ന്, ഒരു പരപുരുഷന്റെ വിരൽപുച്ഛം എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന എത്ര പെൺകുട്ടികളാ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്? അപകടമാണ്, അപകടമാണ്. ഇത് പോകുന്നത് അപകടത്തിലേക്കാണ്. ഓരോ മാതാപിതാക്കളോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാ, സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ പെൺമക്കൾ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ, എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ. കണ്ണൂർ ബീച്ചിൽ ഈ അടുത്ത സമയത്ത് പോലീസ് പോയി പിടിച്ചത്രേ. കണ്ണൂർ ബീച്ചിൽ കുറെ നാളുകളായിട്ട് പർദ്ദയിട്ട കുറെ പെണ്ണുങ്ങൾ ആണുങ്ങളുമായിട്ട് നടക്കുകയാ. ആദ്യം ഭാര്യാഭർത്താക്കന്മാരാണെന്ന് കരുതി അവസാന സംശയം തോന്നി നോക്കിയപ്പോ, പർദ്ദ തൊക്കി നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ സ്കൂൾ യൂണിഫോമുകളാ. സ്കൂളിലേക്ക് പോകുന്ന യൂണിഫോമിന്റെ മുമ്പിൽ മുകളിൽ പർദ്ദയിട്ടിട്ട് കാമുകന്മാരുമായി കടൽ തീരത്തിലൂടെ ഉല്ലസിച്ച് നടക്കുന്ന 1000 പെൺകുട്ടികളുടെ കഥ അറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നാളെ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ, നമ്മുടെ പെൺമക്കളെ കൈവിട്ടു പോകാതിരിക്കാൻ, അവസാനം തലപൊക്കിയിട്ട് നമുക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഓരോരുത്തരും മുസ്ലിം പെൺകുട്ടികളെ വഴിതെറ്റിക്കുക എന്ന അജണ്ടയോടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വലവിരിക്കുമ്പോ അതിന് നമ്മുടെ പെൺമക്കൾ വീഴാതിരിക്കാൻ, അതിന് പോയി പെടാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് ജാഗരൂകരാകണേ. അങ്ങനെയുള്ള പെൺമക്കള് ഇന്ന് നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. +2 പഠിക്കുന്ന പെൺകുട്ടി അവന്റെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് കെട്ടിപ്പിടിച്ച് സെൽഫി എടുത്താലും മാതാപിതാക്കൾക്ക് പ്രശ്നമില്ല. അവരൊന്നിച്ചു പഠിക്കുന്നവരല്ലേ,
അവര് സഹപാഠികളല്ലേ, അവര് സുഹൃത്തുക്കളല്ലേ എന്ന ന്യായം പറയുമ്പോ ഇസ്ലാമിന്റെ മാനദണ്ഡമേതാ? +1 പഠിക്കുന്ന +2 പഠിക്കുന്ന പ്രായബുദ്ധിയായ പെൺകുട്ടി അവളുടെ സഹപാഠിയായ ചെറുപ്പക്കാരനുമായി ചേർന്നിരുന്ന സെൽഫി എടുക്കല് തന്നെ ഹറാമല്ലേ? അത് ഇസ്ലാമിന്റെ നിയമമല്ലേ? ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമമല്ലേ? അതിനെ തട്ടിത്തകച്ച് തരിപ്പണമാക്കി കടന്നു പോകുന്ന പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇതേവരെ നിങ്ങൾക്ക് പറയാൻ കഴിയോ? പെങ്ങളെ, ഒരു പെണ്ണിന് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ യോഗ്യതയെന്നറിയോ? അവസാനം മരണം വരെ വലമയംസസിനീ ബശർ, ഇതേവരെ ഒരു അന്യപുരുഷൻ എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു അന്യപുരുഷനാ പെണ്ണിന്റെ സ്പർശനം ഏറ്റിട്ടില്ലെന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടുകൂടി ഓർമ്മിപ്പിക്കുകയാ. ആളുകളെ തടിച്ചുകൂടുന്ന സ്ഥലങ്ങള്, ഷോപ്പിംഗ് മാളുകളുടെ ഉള്ളിൽ, തിയേറ്ററുകളുടെ മുൻഭാഗങ്ങള്, കല്യാണം, പെണ്ണുങ്ങളൊക്കെ തിരക്കുള്ള കല്യാണ സ്റ്റേജുകള്, പെണ്ണുങ്ങളെ തൊട്ടുരുമ്മി നടക്കുന്നത് ഒരു ഹോബിയാക്കി മാറ്റിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ഭാഗം മാത്രമല്ലല്ലോ, 2 ഭാഗവും പറയണമല്ലോ. പെണ്ണുങ്ങളെ തടിച്ചുകൂടുന്നിടത്ത് പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് നടക്കുന്ന ഞരമ്പ് രോഗമുള്ള പെണ്ണിനെ തട്ടിമുട്ടി നടക്കാൻ ആഗ്രഹിക്കുന്ന ഞരമ്പ് രോഗികളെ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടിട്ട് സുഖമെടുക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ചത്തു പൊടിച്ചു മാറിക്കിടക്കുന്ന പന്നിയുടെ ശരീരത്തിൽ തൊട്ടിട്ട് സുഖമെടുക്കുന്നതാണെന്ന്. ഒരു പാവപ്പെട്ട പെണ്ണ് നടന്നു പോകുമ്പോ അവളെ തൊട്ട് സ്പർശിച്ച് സുഖമെടുക്കുന്നതിനേക്കാൾ നല്ലത് പഴുത്ത് പുഴുത്തു നാറിക്കിടക്കുന്ന ഒരു പന്നിയുടെ ശരീരത്തിൽ തൊട്ടിട്ട് നീ സുഖമെടുക്കുന്നതാണ് നിനക്കതിനേക്കാൾ അഭികാമ്യമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് സഹോദരിമാരെ, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം വലമയംസസിനീ ബശർ, ഒരു പരപുരുഷൻ ഇതേവരെ തൊട്ടിട്ടില്ല. അതുകൊണ്ട് ചരിത്രത്തിന്റെ മറിയമാകു പെണ്ണ്, ചരിത്രത്തിന്റെ ആയിഷയാവ് പെണ്ണ്, ചരിത്രത്തിന്റെ ഫാത്തിമയാവ് പെണ്ണ് റളിയല്ലാഹു തആല അൻഹുന്ന അജ്മഈൻ.